പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ-ഇൻ-വൺ ഇങ്ക് ടാങ്ക് പ്രിന്ററായ എപ്സൺ M2140 എന്ന പ്രിന്ററിന്റെ സ്കാനർ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിൽ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്തതിന് ശേഷം എപ്സൺ M2140 സ്കാനർ ഡ്രൈവർ എന്നുള്ള ടൈപ്പ് ചെയ്യാണ് ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്കിവിടെ കുറേ വെബ്സൈറ്റുകൾ കാണാൻ സാധിക്കും. ഇതിൽ ഫസ്റ്റ് കാണുന്ന epson.co.in എന്ന വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും. ഒക്കെ ഇവിടെ വെബ്സൈറ്റ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇതിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. കൺഫ്യൂഷൻ വേണ്ട. ബ്രാക്കറ്റിൽ കണ്ടില്ല ഡിറ്റക്റ്റഡ് എന്ന് എഴുതിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ നിങ്ങളെ വിൻഡോസിൻ്റെ വെർഷൻ ഏതാണോ അതിൻ്റെ നേരെ ഇതേപോലെ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്നുണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഗോ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഈ പേജ് ഒന്നുകൂടി റീലോഡ് ആവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രിൻ്റർ സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നിർബന്ധമായും പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഈ ഡ്രൈവേഴ്സ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഈ പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അതിനുശേഷം മാത്രമേ സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. അതെങ്ങനെയാണെന്നുള്ളത് ഞാനും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് സ്കാനർ ഡ്രൈവർ എന്നുള്ള അവിടെ ആ ഡൗൺലോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നെക്സ്റ്റ് പേജിലോട്ട് വരും. അവിടെ അക്സെപ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആവുന്നത് നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും. ജസ്റ്റ് ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ പോയി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് ആവശ്യമുള്ള ഇൻസ്റ്റാളേഷൻ സോഫ്റ്റ്വെയർ ഫയൽ ഓപ്പൺ ആയി വരുന്നതാണ്. എക്സ്ട്രാക്റ്റിംഗ് നടന്നു. അതിനുശേഷം ഇൻസ്റ്റാളേഷൻ സോഫ്റ്റ്വെയർ ഓപ്പണായി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ അക്സെപ്റ്റ് എന്നുള്ള അവിടെ ടിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇൻസ്റ്റാളേഷൻ ഏകദേശം കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ജസ്റ്റ് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഫയൽ ഇൻസ്റ്റാളേഷൻ ആയിട്ടുണ്ട്. എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഓപ്പൺ ആവുന്നിടത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ ആ പ്രോബ്ലം സോൾവ് ആവുന്നതാണ്. ഇനി നമുക്ക് സാമ്പിളിന് വേണ്ടി സാമ്പിൾ സ്കാനിങ്ങിന് വേണ്ടി ജസ്റ്റ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനാണ് എപ്സൺ സ്കാൻ 2 എന്നുള്ളത്. ജസ്റ്റ് ഓപ്പൺ ചെയ്തു. ഞാൻ സ്കാനർ ഗ്ലാസ്സിൽ ചെറിയൊരു ഡോക്യുമെൻറ്റ് വെച്ചിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഇതേപോലെ ജസ്റ്റ് ഓണായി വരും. ഈ ആപ്ലിക്കേഷൻ ഓണായി വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. ഞാൻ ഇവിടെ ജസ്റ്റ് പ്രിവ്യൂ എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്തത്. അപ്പോൾ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യെസ്, അപ്പോൾ സ്കാനിങ് കംപ്ലീറ്റഡ് ആണ്. നമുക്കിവിടെ പ്രിവ്യൂ കാണാൻ സാധിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഓക്കെ.